കേരളത്തിലൂടെ കടന്നുപോകുന്ന നാഷണൽ ഹൈവേ റോഡ് ലൈൻസ് ഏതെല്ലാമാണെന്ന് നോക്കാം. 11 നാഷണൽ ഹൈവേ റോഡുകളാണ് നിലവിൽ കേരളത്തിലൂടെ കടന്നുപോകുന്നത്. ഓരോ NH ലൈനുകളും പരിചയപ്പെടാം. NH 544 സേലം കൊച്ചി ഹൈവേ 340 കിലോമീറ്ററാണ് ഈ റോഡിന്റെ ദൈർഘ്യം. തമിഴ്നാട് സേലത്തിൽ നിന്ന് തുടങ്ങി കേരളത്തിലെ കൊച്ചിയിലാണ് ഈ റോഡ് അവസാനിക്കുന്നത്. കേരളത്തിലെ പാലക്കാട്, തൃശൂർ, കൊച്ചി ബന്ധിപ്പിച്ചാണ് ഈ ഹൈവേ കടന്നു പോകുന്നത്. കുതിരാൻ ടണൽ വരുന്നത് ഇതേ NH 544ലാണ്. കേരളത്തിലെ മറ്റു നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേകളുമായി NH 544 വരുന്ന ഇന്റർസെക്ഷൻസ് കാണാം. NH 744 206 കിലോമീറ്ററാണ് ഈ റോഡിന്റെ ദൈർഘ്യം. 125 കിലോമീറ്റർ തമിഴ്നാട്ടിലും 81 കിലോമീറ്റർ കേരളത്തിലുമാണ്. കേരളത്തിലെ കൊല്ലം ചിന്നക്കടയിൽ നിന്ന് തുടങ്ങി തമിഴ്നാട്ടിലെ മധുരയിലാണ് ഈ റോഡ് അവസാനിക്കുന്നത്. കേരളത്തിലെ കൊല്ലം, ആഞ്ചൽ, കടമ്പാട്ടുകോണം ബന്ധിപ്പിച്ചാണ് ഈ ഹൈവേ കടന്നു പോകുന്നത്. ശബരിമല തീർത്ഥാടകർ അധികമായി ഉപയോഗിക്കുന്നത് ഈ NH റോഡാണ്. കേരളത്തിലെ മറ്റു നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേകളുമായി NH 744 വരുന്ന ഇന്റർസെക്ഷൻസ് നോക്കാം. കേരളത്തിലൂടെ കടന്നുപോകുന്ന ഏറ്റവും ദൈർഘ്യം നിറഞ്ഞ റോഡാണ് NH 66. 1640 കിലോമീറ്ററാണ് ഈ റോഡിന്റെ ദൈർഘ്യം. മഹാരാഷ്ട്രയിലെ പാനലിൽ നിന്ന് തുടങ്ങി ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ച് കന്യാകുമാരിയിൽ അവസാനിക്കുന്നതാണ് NH 66. മഹാരാഷ്ട്രയിൽ 475.2 കിലോമീറ്റർ, ഗോവയിൽ 137.55 കിലോമീറ്റർ, കർണാടകയിൽ 294.14 കിലോമീറ്റർ, കേരളത്തിൽ 677.77 കിലോമീറ്റർ, തമിഴ്നാട്ടിൽ 56 കിലോമീറ്റർ അടങ്ങുന്നതാണ് NH 66. കേരളത്തിലെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലൂടെയാണ് NH 66 കടന്നു പോകുന്നത്. കേരളത്തിലെ മറ്റു നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേയുമായി NH 66 വരുന്ന ഇന്റർസെക്ഷൻസ് കാണാം. NH 766 കേരളത്തിലെ കോഴിക്കോട് നിന്ന് ആരംഭിച്ച് മൈസൂർ വഴി കർണാടകയിലെ കോലഗിൽ അവസാനിക്കുന്നതാണ് NH 766. 272 കിലോമീറ്ററാണ് ഈ റോഡിന്റെ ദൈർഘ്യം. 117 കിലോമീറ്റർ കേരളത്തിലും 155 കിലോമീറ്റർ കർണാടകയിലുമാണ്. ഇന്ത്യയുടെ പശ്ചിമഘട്ടത്തിലെ വനങ്ങളിലൂടെയാണ് ഹൈവേ കടന്നു പോകുന്നത്. 19.8 കിലോമീറ്റർ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലൂടെയും വയനാട് വന്യജീവി സങ്കേതത്തിലൂടെയും താമരശ്ശേരി ചുരത്തിലൂടെയുമാണ് ഈ ഹൈവേ കടന്നു പോകുന്നത്. മനോഹരമായ പ്രകൃതിദത്തമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന നാഷണൽ ഹൈവേ ആണ് ഇത്. കർണാടകയിലെ കോലഗിൽ നിന്ന് ബാംഗ്ലൂർ, കോയമ്പത്തൂർ കണക്ട് ചെയ്യുന്ന NH 948മായി NH 766 ഇന്റർസെക്ഷൻ വരുന്നുണ്ട്. നാഷണൽ ഹൈവേ 966 കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരയിൽ തുടങ്ങി മലപ്പുറം വയ പാലക്കാട് അവസാനിക്കുന്നതാണ് NH 966. 125 കിലോമീറ്ററാണ് ഈ റോഡിന്റെ ദൈർഘ്യം. കാലിക്കറ്റ് എയർപോർട്ടുമായി കണക്ട് ചെയ്യുന്നത് NH 966 ആണ്. ഈ റോഡിന് ബദൽ ആയിട്ടാണ് പുതിയ കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നത്. ഗ്രീൻഫീൽഡ് ഹൈവേയുടെ വീഡിയോ ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷനിലോ കാണാവുന്നതാണ്. കോയമ്പത്തൂരിൽ നിന്ന് തുടങ്ങി കൊച്ചിയിൽ അവസാനിക്കുന്ന NH 544 ആയി പാലക്കാട് വെച്ച് NH 966 ഇന്റർസെക്ഷൻ വരുന്നുണ്ട്. NH 544 കടന്നുപോകുന്ന കളമശ്ശേരി ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി വള്ളാർപാടം ഇന്റർനാഷണൽ കണ്ടെയ്നർ ഷിപ്മെന്റ് ICTT കൊച്ചിയിൽ അവസാനിക്കുന്നതാണ് ഈ റോഡ്. 17 കിലോമീറ്റർ മാത്രമാണ് NH 966 ദൈർഘ്യം. കൊച്ചിയിലൂടെ മാത്രമാണ് ഈ നാഷണൽ ഹൈവേ കടന്നു പോകുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ ഹൈവേ റോഡാണ് NH 966B. NH 66 കുണ്ടന്നൂരിൽ നിന്ന് തുടങ്ങി വില്ലിംഗ്ടൺ ഐലാൻഡ് കൊച്ചിയിൽ അവസാനിക്കുന്നതാണ് NH 966B. വെറും 8 കിലോമീറ്റർ മാത്രമാണ് ഈ റോഡിന്റെ ദൈർഘ്യം. കൊല്ലം ജില്ലയിലെ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് വടക്കോട്ട് തിരുവല്ലയിലേക്ക് കടന്നതിനു ശേഷം കോട്ടയത്ത് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ വടക്കൻ അതിർത്തിയിലൂടെ സഞ്ചരിച്ച് തമിഴ്നാട് അതിർത്തി കടന്ന് ദിണ്ടിഗലിന് സമീപം അവസാനിക്കുന്നതാണ് NH 183. 350 കിലോമീറ്ററാണ് ഈ റോഡിന്റെ ദൈർഘ്യം.
മറ്റു നാഷണൽ ഹൈവേ സ്റ്റേറ്റ് ഹൈവേയുമായുള്ള ഇന്റർസെക്ഷൻസ് കാണാം. കൊല്ലം ജില്ലയിലെ ചവറ ടൈറ്റാനിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് അടൂർ പത്തനംതിട്ട വണ്ടിപ്പെരിയാറാണ് ഈ NH 183A അവസാനിക്കുന്നത്. 240.6 കിലോമീറ്ററാണ് ഈ NH റോഡിന്റെ ദൈർഘ്യം. NH 183A-യിൽ വരുന്ന പുതിയ റോഡ് കണക്ടിവിറ്റി വീഡിയോസ് ഉടനെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. NH 183A കടന്നു പോകുന്ന മേജർ സിറ്റീസ്, ടൗൺ, മറ്റു നാഷണൽ ഹൈവേയുമായി സ്റ്റേറ്റ് ഹൈവേയുമായി വരുന്ന മേജർ ഇന്റർസെക്ഷൻസ് കാണാം. കേരളത്തിലെ കൊച്ചിയിൽ നിന്ന് ആരംഭിച്ച് എറണാകുളം, മൂവാറ്റുപുഴ, ദേവികുളം, തേനി, മധുര, തമിഴ്നാട് വയ തുണ്ടി തമിഴ്നാട്ടിൽ അവസാനിക്കുന്നതാണ് NH 85. 468 കിലോമീറ്ററാണ് ഈ നാഷണൽ ഹൈവേയുടെ ദൈർഘ്യം. NH 85 പ്രകൃതി രമണീയമായ മൂന്നാർ മേഖലയിലൂടെയും പാമ്പൻ പാലത്തിലൂടെയുമാണ് കടന്നു പോകുന്നത്. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ നിന്ന് ആരംഭിച്ച് ചെറുതോണി, കട്ടപ്പന വയ കുമിളിയിൽ അവസാനിക്കുന്നതാണ് NH 185. 98 കിലോമീറ്ററാണ് ഈ NH 185ന്റെ ദൈർഘ്യം. മറ്റു നാഷണൽ ഹൈവേ സ്റ്റേറ്റ് ഹൈവേയുമായി NH 185 വരുന്ന ഇന്റർസെക്ഷൻസ് കാണാം. ഇങ്ങനെ 11 NH റോഡുകളാണ് നിലവിൽ കേരളത്തിലൂടെ കടന്നു പോകുന്നത്. എല്ലാ NH റീജിയനിൽ വരുന്ന പുതിയ നാഷണൽ ഹൈവേ റോഡുകൾ ഏതെല്ലാം ആണ് എന്ന വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്ഡേറ്റുകൾ മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ റോഡും ഏറ്റവും ചെറിയ നാഷണൽ ഹൈവേ റോഡും ഏതാണെന്ന് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ വലിയ നാഷണൽ ഹൈവേയാണ് NH 44. ഇന്ത്യയുടെ നോർത്ത് സൗത്ത് റീജിയൻ ബന്ധിപ്പിക്കുന്ന ഹൈവേ ആണ് ഇത്. 4112 കിലോമീറ്ററാണ് ഈ ഹൈവേയുടെ ദൈർഘ്യം. ജമ്മു കാശ്മീരിൽ നിന്ന് ആരംഭിച്ച് കന്യാകുമാരിയിൽ അവസാനിക്കുന്നതാണ് NH 44. കേരളത്തിലൂടെ NH 44 കടന്നു പോകുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാ NHകളുമായി NH 44 ഇന്റർസെക്ഷൻസ് വരുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ചെറിയ നാഷണൽ ഹൈവേ ആണ് NH 548. വെറും 5 കിലോമീറ്റർ മാത്രമാണ് ഈ NH റോഡിന്റെ ദൈർഘ്യം. മഹാരാഷ്ട്രയിലെ കാലംപൊള്ളിയിലാണ് NH 548 സ്ഥിതി ചെയ്യുന്നത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ഇനിയും കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ടെക്കി മീഡിയ.